ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് ഒരുപാട് മിസ്റ്റേക്ക് കാണും. ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. പക്ഷേ എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം നമ്മൾ ഡെയിലി വീഡിയോ എടുക്കാത്തതുകൊണ്ട് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഓർമ്മ വരുമ്പോഴൊക്കെ വീഡിയോ എടുക്കാൻ ശ്രമിക്കാം. അങ്ങനെ രാവിലെ ഇപ്പം ഒരു 7-7:30 ആയി. ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് പുറത്തൊക്കെ നോക്കി നിന്ന്, ഒന്ന് ഇറക്കത്തിൻ്റെ ക്ഷീണമൊക്കെ മാറുന്നവരെ പുറത്തൊക്കെ നോക്കി നിന്ന് അങ്ങനെ കുറേ നേരം നിൽക്കും. എന്നിട്ട് വന്ന് ബെഡ്ഷീറ്റൊക്കെ മടക്കി ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കി വയ്ക്കും. അങ്ങനെയാണ് രാവിലെ ഞാൻ എണീക്കാൻ കുറച്ച് ലേറ്റാവും. 7 മണി 7:30 8 മണിയൊക്കെ ആവും. ഇന്നിപ്പം 7-7:15 ആയപ്പോഴത്തേന് എണീറ്റ് അങ്ങനെ ബെഡൊക്കെ ക്ലീനാക്കി മടക്കി വെച്ച്, എന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ തൊണ്ടയ്ക്ക് കുറച്ച് വെള്ളം കൊടുക്കണമല്ലോ, തൊണ്ട ഒന്ന് നനയണമല്ലോ. അതിനുവേണ്ടി കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോയി പല്ലൊക്കെ തേച്ച് ഫ്രഷായിട്ട് വരാം. എന്നിട്ട് താഴോട്ട് പോകാം. പല്ലൊക്കെ തേച്ച് വന്നപ്പോഴത്തേന് ഫ്രഷൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേന് അടുക്കളയിൽ പോയപ്പം ഉമ്മ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി റെഡിയാക്കുന്നു, കടലക്കറി. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന അപ്പം ചുടാന്ന്. അങ്ങനെ ഞാനാണ് ഇന്ന് അപ്പം ചുടുന്നത്. അങ്ങനെ അപ്പമൊക്കെ ചുട്ട് സെറ്റാക്കിയിട്ട് കടയിൽ വരെ ഒന്ന് പോകണം. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കടയിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടി. അങ്ങനെ അപ്പം കടലക്കറിയൊക്കെ കഴിച്ചു. എന്നിട്ട് നമുക്കൊന്ന് കടയിൽ വരെ പോകാം. അപ്പം കടയിൽ പോകാൻ നമുക്ക് ഐഷായെ കൂട്ടി വിളിക്കാം. ഐഷ എന്ന് വെച്ചാൽ എൻ്റെ നാത്തൂൻ്റെ മോളാണ് ഐഷ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ക്ലാസ്സില്ലായിരുന്നു, ട്യൂഷനുണ്ട്. ട്യൂഷൻ ഉച്ചയ്ക്കാണ്. അപ്പം പിന്നെ ഞാൻ കടയിൽ വിളിച്ചുകൊണ്ട് പോയി. കടയിൽ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പായസം വെക്കുന്നുണ്ട്. പായസത്തിന് വേണ്ട സാധനമൊക്കെ വാങ്ങാൻ പോവാണ്. നമ്മുടെ അടുത്തൊരു കടയുണ്ട് കൊമ്പമുക്കിൽ, അവിടെയാണ് നമ്മൾ സാധനമൊക്കെ വാങ്ങുന്നത്. ഇങ്ങനെ അവിടെ പോയി പായസത്തിനുള്ള സാധനമൊക്കെ വാങ്ങി തിരിച്ച് വന്നപ്പം ഉമ്മ നമ്മുടെ വാഴക്കൂമ്പ് അരിയുന്നു തോരൻ വെക്കാൻ. ഉമ്മ അങ്ങനെ വാഴക്കൂമ്പൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാഴക്കൂമ്പും പയറും കൂടി ഇട്ട് തോരൻ വെക്കാനാണെന്ന് തോന്നുന്നു. അങ്ങനെ ഉമ്മ അവിടെ വാഴക്കൂമ്പൊക്കെ അരിഞ്ഞ് സെറ്റാക്കുവാണ്. അപ്പം ഞാൻ മേളിയ റൂമിലോട്ട് കയറി വന്ന് റൂമൊക്കെ ഒന്ന് തൂക്കാൻ, അങ്ങനെ റൂമൊക്കെ അടിച്ച് വാരി തൂക്കുകയാണ്. മെയിനായിട്ടും റൂമിൽ ഉള്ളത് മുടിയാണ്. എൻ്റെ മുടി നല്ലപോലെ പൊഴിയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മുടിയാണ് റൂമിൽ. അപ്പോൾ അതൊക്കെ നല്ലപോലെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ക്ലീൻ ആക്കണം. നമ്മുടെ കട്ടിലിൻ്റെ അടിയിലാണ് മെയിനായിട്ട് മുടി ഇങ്ങനെ കൂടി കിടക്കുന്നത്. ഫാനിടുമ്പം പറഞ്ഞെല്ലാം കൂടെ കട്ടിലിൻ്റെ അടിയിലോട്ട് പോകും. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ നടന്ന്, പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ മറന്നുപോയി. നമ്മൾ ഡെയിലി വീഡിയോ എടുക്കാത്തതുകൊണ്ട് അതൊക്കെ വിട്ടുപോയി. പിന്നെ ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് ഭാഗമാണ്. മൊത്തം കാട് കിടക്കുക. ഇടയ്ക്കൊക്കെ വാഴയൊക്കെ ഉണ്ട്, തെങ്ങ്. നമ്മളാരും ഇങ്ങോട്ടൊന്നും പോകാറില്ല. നമ്മുടെ അല്ല, ഇത് അപ്പുറത്തെ വീട്ടിൽ അവരുടെ വസ്തുവാണ്. പക്ഷേ നമ്മുടെ വീടിൻ്റെ ടെറസിൽ കയറിയുന്ന നല്ല വ്യൂ ആയിട്ട് കാണാൻ പറ്റും. നല്ല അടിപൊളി കാറ്റൊക്കെയാണ്. കുറച്ച് നേരം ഇവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ നിന്നു. നല്ല അടിപൊളി കാറ്റാണ് ഇവിടെ നിന്ന്. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു, കുളിച്ചു, അതൊക്കെ നടന്നു. പക്ഷേ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ മറന്നുപോയി. പിന്നെ ഞങ്ങൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട്, കൾച്ചറൽ പള്ളി. നമ്മുടെ പള്ളിയിലോട്ട് വന്നു. നമ്മൾ പായസം വാങ്ങിയത് പള്ളിയിൽ പായസം വെച്ച് കൊടുക്കാനായിരുന്നു. അപ്പം പള്ളിയിൽ ഇങ്ങനെ പായസം കൊണ്ടുവന്ന് കൊടുക്കും, എന്തെങ്കിലുമൊക്കെ നേർച്ച പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ പള്ളിയിൽ വന്ന് പായസമൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. പായസം കൊടുക്കുന്നതും പള്ളി വന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മറന്നുപോയി. ഇതാണ് നമ്മുടെ പള്ളി, കൾച്ചറൽ പള്ളി. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. കുറച്ചൊരു 10 മിനിറ്റ്, 10ഒന്നും വേണ്ട, നടന്നു വന്നാൽ 10 മിനിറ്റ്, വണ്ടി വന്നാൽ അത്ര പോലും വേണ്ട. അങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ പോയി, പള്ളി പോയിട്ട് തിരിച്ച് വന്നിട്ട് നമ്മൾ പഴവും കൂട്ടി പായസം